വെൽക്കം ടു ASAP. PSC ചോദിച്ച സ്ഥിരം മോഡലുകളുടെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. 1/9 1/x 1 ഈ ഒരു സീരീസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, ഇവ ഒരു സമഗുണിത ശ്രേണിയിലെ തുടർച്ചയായ സംഖ്യകൾ എന്ന് പറഞ്ഞൊരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയിന്റ് നമ്പർ ഡൗട്ട് 1 എന്ന് പറയുന്നതായിരിക്കും സമഗുണിത ശ്രേണി എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്നുമില്ല, കോമൺ ആയിട്ട് ഗുണിച്ച് പോകുന്ന സീരീസാണ് സമഗുണിത ശ്രേണി. ഓക്കെ, അതിനെയാണ് നമ്മൾ GP അഥവാ ജോമെട്രി പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. സിലബസിൽ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ശരി, ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന രീതി ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ഒന്ന് ലെവലാക്കി തരാം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ട് വിചാരിക്കുക. 2നെ ഞാൻ 4 കൊണ്ട് ഗുണിക്കുകയാണ്. 2നെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 8 കിട്ടി എന്ന് വിചാരിക്കുക. ഓക്കെയാണ്. 8നെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 32 എന്ന് കിട്ടി എന്ന് വിചാരിക്കുക. ഓക്കെയാണ്. ഇങ്ങനെ ഗുണിച്ച് പോകുന്നതിന് വിളിക്കുന്ന പേരാണ് സമഗുണിത ശ്രേണി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന പോയിന്റാണ്. ഇതിൽ 3 നമ്പേഴ്സ് തമ്മിൽ കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പ്രോബ്ലംസ് അവർ യൂസ് ചെയ്യുന്നത്. എന്താണ് കണക്ഷൻ നോക്കിയേ. ഈ സെൻട്രൽ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. സെൻട്രൽ നമ്പറായി 8 കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ അറിയോ, ഈ 2ഉം 32 കൂടി ഗുണിച്ചിട്ട് അത് ഏത് സംഖ്യയുടെ സ്ക്വയർ ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 2 × 32 64. 64 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയറാണ്? 8ൻ്റെ സ്ക്വയർ. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു കോമൺ രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ ഇങ്ങനെ 3 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും കൂടി ഇൻഡ്യൂ ചെയ്തിട്ട് അത് ഏത് സംഖ്യയുടെ സ്ക്വയർ ആണെന്ന് നോക്കിയാൽ നിങ്ങളുടെ ഒരു മാർക്കായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 1/9 ആണ് ഇതിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പർ കൂടി ഗുണിച്ചിട്ട് ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പർ ഗുണിച്ചിട്ട് റൂട്ട് സിമ്പിൾ മാർക്ക് ചെയ്ത് വെച്ചാൽ അതാണ് മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് 1/9 എന്നായിരിക്കും കിട്ടുക. 1/9 എന്ന് പറയുന്നത് വെറും 1/9 അല്ല, റൂട്ട് ഓഫ് 1/9 ആണ്. റൂട്ട് ഓഫ് 1/9 എന്ന് പറയുമ്പോൾ ഏത് സംഖ്യയുടെ സ്ക്വയർ എന്നാണ് ചോദിക്കുന്നത്, വിച്ച് മീൻസ് 1/3 എന്നായിരിക്കും അതിന് ആൻസർ വരിക. ഓക്കെ, 1/3. ശരി, ആ 1/3 അവർ ചോദിച്ചു നോക്കൂ, എക്സിൻ്റെ വില കണ്ടെത്തുക എന്നാണ്. എക്സിൻ്റെ വില എന്ന് പറയുമ്പോൾ ഏതാടാ? 3 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണ്. ഓക്കെയാണ്. ആ മോഡൽ പഠിച്ചല്ലേ. അപ്പോൾ സ്ഥിരം വരുന്ന മോഡൽ അവിടെ റെഡിയാക്കി വയ്ക്കുക. ഇനി അത് മിസ്സാവാൻ പാടില്ല, ഒരു എക്സാമിന് പോലും മിസ്സാവരുത്. നമുക്കൊരു ചോദ്യം ഇവിടെ നിന്ന് പരിചയപ്പെട്ടു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കി. 1/√3 എക്സ് √3 ഇവ ഒരു GPയിലെ തുടർച്ചയായ സംഖ്യകളായ എക്സ് കണ്ടെത്തുക. സിമ്പിൾ ചോദ്യമാണ്. എന്താ പറഞ്ഞേ, ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും ഗുണിച്ച് റൂട്ട് ചിഹ്നം കൊടുത്താൽ കിട്ടുന്നതായിരിക്കും നടുവിലെ സംഖ്യ. ഇതാണ് GP അല്ലെങ്കിൽ സമഗുണിത ശ്രേണിയുടെ ഏറ്റവും ബേസിക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പർ ഒന്ന് ഗുണിച്ച് നോക്കിയാലോ. ഫസ്റ്റ് നമ്പർ 1/√3 ആണ് ഫസ്റ്റ് നമ്പർ, തേർഡ് നമ്പർ 3 ആണ്, √3 ആണ് തേർഡ് നമ്പർ. അങ്ങനെ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടി ഗുണിച്ച് റൂട്ട് ചിഹ്നം കൊടുക്കാമല്ലോ, ബുദ്ധിമുട്ടൊന്നും ചെയ്യലോ. √3 ക്യാൻസൽ ചെയ്തോ. √3 കട്ട് ചെയ്ത് പോയി, വിച്ച് മീൻസ് √1 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ? 1. ഫൈനൽ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മോഡലും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് വീണ്ടും വരുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് ഇതിന് ഉത്തരം പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തടുത്ത വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മോഡൽ പോലും മിസ്സാകാത്ത രീതിയിൽ നമ്മൾ ഈ പറയുന്ന ഭാഗം സെറ്റ് ചെയ്യാം. ഓക്കെ.